നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഉത്സവമോ പൂരമോ വരുമ്പോൾ ഈ ആന വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് നെഞ്ചിടിക്കും. കാരണം പറഞ്ഞാൽ ഒന്ന് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാനോ ഒന്നും കരയാൻ ചിലപ്പോൾ സമയം കിട്ടിയാൽ കിട്ടി. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്താണ് ഈ മാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. ആ ചെളിവെള്ളത്തിലിട്ട് കളിക്കുന്നു, ഒരുത്തനെ പിടിച്ച് ഒരു പോലീസുകാരനെ പിടിച്ച് എറിഞ്ഞു. എന്നാൽ ആലോചിച്ച് ആ ഫ്രണ്ടിലൊക്കെ ചുറ്റും കുട്ടികളാണ് നിൽക്കുന്നത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, സത്യം തന്നെയാണ്. പക്ഷെ ആന മതം പൊട്ടി ആനയ്ക്ക് എന്താ ചെയ്യണമെന്ന് പോലും അതിനു പോലും അറിയില്ല. അതൊന്നും പൊട്ടി പോയിന്ന് ആ പിള്ളേർ നേരത്തേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവർക്കൊന്നും തിരിഞ്ഞു ഓടാൻ പറ്റില്ല. കാരണം ക്രൗഡ് അങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ തിരിയുമ്പോഴത്തേനും പിള്ളേർക്ക് ശരിക്കും ഓടി രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഒന്നുകിൽ അവർ ആ തിക്കിനിടയിൽ പെട്ടു. ഇതുപോലെ ഈ ഉത്തരേന്ത്യയിലാണ് ഇങ്ങനത്തെ ഒരു ഈ ക്രൂരവുമായിട്ടുള്ള ആചാരങ്ങൾ നടക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അക്രൂരമായിട്ടുള്ള ഇന്നാളെങ്ങാണ്ട് വേറെ ഏതോ ഒരു പായസത്തിനകത്ത് പ്രസാദം ഇങ്ങനെ നിറച്ച് വെച്ചേക്കുക. അതിങ്ങനെ അവിടെയുള്ള ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഇവർ ഓടി വന്ന് കണ്ട വാതെ കാണാത്ത വാതി എന്ന് പറഞ്ഞ് ആ പ്രസാദം കിടന്ന സ്ഥലത്തേക്ക് ഓടി. ചിലർ കാലൊക്കെ ചവിട്ടി കുഴയുണ്ട് അതിനകത്ത്. അത് വാരി തിന്നുക. കണ്ടിട്ട് തന്നെ അറക്കുകയാണ്. ഈ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഈ പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഈ അന്ധവിശ്വാസം തലക്ക് പിടിച്ചാൽ ഒന്നും പറയാനും പറ്റില്ല. എന്നാൽ ഈ മാതിരി കാര്യങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുക. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഈ മൃഗങ്ങളെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഭൂരിഭാഗം പേരും ഒഴിവാക്കുക. എപ്പോഴാണ് അതിൻ്റെ അത് ചിലപ്പോൾ തോട്ടിയിലൊക്കെ ബന്ധിപ്പിച്ചായിരിക്കും. പക്ഷെ ഒന്ന് പൊട്ടിച്ച് വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. മതം പൊട്ടിയാലൊന്നും അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക.